بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من يهد الله فهو المهتدي ومن يضلل فأولئك هم الخاسرون ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ വിവരിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ആശയ ദാരിദ്ര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ആറാമത്തെ ഖണ്ഡന പ്രസംഗമാണ് നാദാപുരത്ത് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിൽ ആത്മീയോപദേശങ്ങളായി ധാരാളം വഅദുകൾ ഈ സ്ഥലത്ത് വെച്ച് തന്നെ നാം വർഷം തോറും നീണ്ട ദിവസങ്ങൾ സംഘടിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സാധാരണ പരിപാടികൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും ജനങ്ങൾക്ക് മതബോധമുണ്ടാക്കാനും സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും ഐക്യവും രാജ്യത്ത് വളർത്തിയെടുക്കാനും വേണ്ടിയാണ് നാം എപ്പോഴും ഉപയോഗപ്പെടുത്താറുള്ളത്. എന്നാൽ സാധാരണ നിലക്ക്
മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയാണ് പതിവ് എങ്കിലും രോഗാണുക്കളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ മരുന്നുകളും വിതരണം ചെയ്യേണ്ടി വരും. അങ്ങനെ മനുഷ്യന്റെ ആത്മീയ രംഗത്ത് രോഗം ബാധിച്ച ചില ആളുകൾ അവരുടെ രോഗം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനാവശ്യമായ മരുന്നുകൾ നൽകുകയെന്ന ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം ആത്മീയ രംഗത്ത് പണ്ഡിതന്മാർക്കുള്ളതാണ്. നാം പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ അവരുടെ എല്ലാം ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾ അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാദാപുരം പ്രദേശം ധാരാളം ഔലിയാക്കളും സാലിഹീങ്ങളും ആലിമീങ്ങളും ജീവിച്ച പ്രദേശമാണ്. വലിയ പാരമ്പര്യമുള്ള നാടാണ്. ഈ പ്രദേശത്ത് പൂർവകാലത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കളും ആരിഫീങ്ങളും സാലിഹീങ്ങളുമായ മഹാന്മാർ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച, ഇവിടെ ദീനി സേവനം നടത്തിയ ബഹുമാനപ്പെട്ട കീഴന ഉസ്താദ്, അവർക്ക് മുമ്പ് ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ, അതുപോലെ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകൾ, അങ്ങനെ തുടങ്ങി ഇവിടെ തന്നെ ധാരാളം വലിയ വലിയ ആലിമീങ്ങൾ ജീവിക്കുകയും അവർ ദീനീയ ആശയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിനെ പിന്തുടർന്ന് യാതൊരു അല്ലലും അലട്ടുമില്ലാതെ വളരെ ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഈ പ്രദേശത്തെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഒരു വിഭാഗം തീവ്രമായ പരിശ്രമം നടത്തുകയും അതിന് അവർക്കുള്ള എല്ലാ സാമ്പത്തികമായ സോഴ്സുകളും ഉപയോഗപ്പെടുത്തുകയും അതുപോലെ കർണാടക മുതൽ തമിഴ്നാട് വരെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ എല്ലാ അണികളെയും ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കി പ്രകടിപ്പിക്കാനും ഉള്ള പരിശ്രമം നടക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെറിയ ഒരു രൂപത്തിൽ തന്നെ നമ്മുടെ പരിപാടി വളരെ പെട്ടെന്ന് ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ അങ്ങനെ കേരളത്തിൽ നിന്നും മറുനാട്ടിൽ നിന്നുമൊക്കെ വന്ന ആളുകളെക്കാൾ കൂടുതൽ ജനങ്ങൾ നമ്മുടെ ചെറിയ ദിവസത്തെ പ്രചരണത്തിന്റെ പേരിൽ നമ്മുടെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അല്ലാഹു ഈ സദസ്സിൽ വന്ന എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ നടത്തും. സഹോദരന്മാരെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി. അല്ലാഹു ആരെയാണോ സന്മാർഗത്തിലാക്കിയത് അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. വമൻ യുദ്ലിൽ, വല്ലവനെയും അല്ലാഹു പിഴപ്പിച്ചാൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടം സംഭവിച്ചവർ. പിഴപ്പിക്കുന്നവർ ആരാണോ, പിഴക്കുന്നവർ ആരാണോ അവർ തന്നെയാണ് നഷ്ടം സംഭവിച്ചവർ. സന്മാർഗം പ്രാപിച്ചവർക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ ഇല്ല. പിന്നെ എല്ലാ ആളുകളെയും എല്ലാ മനുഷ്യരെയും സ്വർഗത്തിൽ കടത്തുക എന്ന തീരുമാനം അല്ലാഹുവിന് ഇല്ല. അതുകൊണ്ട് അല്ലാഹു അതിന് ശേഷം പഠിപ്പിച്ചു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്ന് വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും ധാരാളം ആളുകളെ നാം ജഹന്നമിന് വേണ്ടി
സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ചിന്തിക്കുന്ന ഗ്രഹിക്കുന്ന മനസ്സുകൾ ഇല്ല. അവർക്ക് ഹൃദയം ഉണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുകയില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കാണാൻ കണ്ണുകളുണ്ട്, പക്ഷേ അതുകൊണ്ട് കാണേണ്ടത് കണ്ട് അവർ മനസ്സിലാക്കുകയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകൾ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് കേൾക്കേണ്ടത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കൽ ഇല്ല. എത്ര തന്നെ വഅദ് പറഞ്ഞാലും എത്ര തന്നെ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അവർ കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കൽ ഇല്ല. ഉലൈക കൽ അൻആം, അത്തരം കക്ഷികൾ കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. വിഷയം മനസ്സിലാക്കാതിരിക്കുന്നതിലും കണ്ട് മനസ്സിലാക്കാതിരിക്കുന്നതിലും ചിന്തിച്ച് മനസ്സിലാക്കാതിരിക്കുന്നതിലും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാതിരിക്കുന്നതിലും അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അവൽ, നാൽക്കാലികളെക്കാൾ പിഴച്ചുപോയവരാണ്. കാരണം എന്തുകൊണ്ട്? ആ നാൽക്കാലികൾ അതിന്റെ ഉപകാരമുള്ള സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും എത്താൻ ശ്രമിക്കാറുണ്ട്. അതിന് ഉപദ്രവമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട ആളുകൾ അവർക്ക് ഏറ്റവും പ്രയാസമുണ്ടാകുന്ന നരകത്തിലേക്ക് ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും നരകത്തിൽ കടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ ശ്രദ്ധയില്ലാത്തവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് യുക്തിവാദികളും നിരീശ്വരവാദികളും നിർമ്മതവാദികളും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരും അമ്പിയാക്കളെ കുറ്റം പറയുന്നവരും ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നവരും സ്വാലിഹീങ്ങളെ കുറ്റം പറയുന്നവരും പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവരും നബി കുടുംബത്തെ നിസ്സാരപ്പെടുത്തുന്നവരും പ്രായമുള്ളവരെ അവമതിക്കുന്നവരും കുടുംബബന്ധം മുറിക്കുന്നവരും അയൽവാസികൾക്ക് തിന്മ ചെയ്യുന്നവരും നാട്ടിൽ ശല്യമുണ്ടാക്കുന്നവരും ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നവരും അനാവശ്യം പറയുന്നവരും അക്രമപ്രവർത്തനം നടത്തുന്നവരും അനീതി ചെയ്യുന്നവരും അസത്യവുമായി നടക്കുന്നവരും അങ്ങനെ ധാരാളം വിഭാഗങ്ങളെ മനുഷ്യ വിഭാഗത്തിലും നമുക്ക് കാണാം. അതുപോലെ അവരെ സഹായിച്ചുകൊണ്ടുള്ള ധാരാളം ജിന്നുകളുടെ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ മനസ്സിലൊക്കെ ഓർമ്മ വേണം. അല്ലാഹു ജല്ല ജലാലുഹു ചിന്തിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ ദുആ ചെയ്യുന്നു. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം അന്ന് മുതൽ തന്നെ പരിശുദ്ധ ഇസ്ലാം ദീൻ വന്ന പ്രദേശമാണ് ഈ ഇന്ത്യ രാജ്യം. സ്വഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ കാര്യമായ തർക്കങ്ങളൊന്നും ഇല്ല. എന്നാൽ അന്ന് മുതൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ, അന്ന് മുതൽ ഇവിടെ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങൾ, അതുപോലെ കർമ്മങ്ങൾ, അതെല്ലാം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം നരകത്തിൽ കടക്കുന്ന പ്രവർത്തനങ്ങളാണെന്നും സുബ്ഹാനല്ലാഹ് ഇസ്ലാമിനെതിരാണെന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെല്ലാം മുശ്രിക്കുകളാണെന്നും ശിർക്ക് ചെയ്തവരാണെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ ഈ അടുത്ത് വടകരയിൽ വെച്ച് പ്രസംഗിച്ച് പുറത്തിറക്കിയ മുസ്ലിം ഐക്യം എന്ന സിഡിയിൽ ഞാൻ അതിന്റെ തെളിവുകളും വിശദമായി സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വടകര താലൂക്കിൽ പൈങ്ങോട്ടായിൽ ഒരു പള്ളി 30 കൊല്ലത്തോളം അകമ്പള്ളി പൂട്ടിയിട്ടു. പുറത്തെ പള്ളിയിൽ പശുവും ആടുമൊക്കെ കയറി മൂത്രമൊഴിക്കുകയും വിസർജിക്കുകയും ചെയ്തു. എന്തായിരുന്നു കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഇവിടെ വന്ന് പ്രചരിപ്പിച്ച കാലം മുതൽ അറബിയിൽ മാത്രം ഖുതുബ ഓതുന്ന സമ്പ്രദായം പള്ളികളിൽ നടന്നു വരുമ്പോൾ അതിന്റെ ഭാഷ മാറ്റണം എന്നും
മക്കയിലും മദീനയിലും നടക്കുന്ന വിധത്തിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാൻ പാടില്ലെന്നും മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമുഅ പാടില്ലെന്നും വാദിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിം പള്ളി 30 വർഷത്തോളം പൂട്ടിയിട്ട് പുറത്തെ പള്ളിയിൽ കന്നുകാലികൾ കയറി വിഹരിച്ചു. അകത്തെ പള്ളിയിൽ വില്ലേജ് ഓഫീസർ തേങ്ങ സൂക്ഷിച്ചു. ഇത് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശം അയഞ്ചേരിയിൽ പൈങ്ങോട്ടായിൽ നടന്ന സംഭവമാണ്. എന്തിനീ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്നതിനെ സംബന്ധിച്ച് ഭിന്നിപ്പുണ്ടാക്കുന്നവർ അല്പവും ചിന്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ നടന്ന ഖണ്ഡന പ്രസംഗങ്ങൾ അതിന്റെയൊക്കെ സീഡികൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. ആദ്യമായി ഇവിടെ ഈ നാട്ടിലുള്ള മുസ്ലിം പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും എല്ലാരിമീങ്ങളെയും മഹാന്മാരെയും ചീത്ത പറഞ്ഞുകൊണ്ട് ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരു വ്യക്തി ഷാർജയിൽ നിന്ന് വന്ന് നാദാപുരത്ത് പ്രസംഗം നടത്തി. അതിനു മുമ്പ് നമ്മളൊക്കെ ഒരുപാട് വേദമൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ആരെയും ചീത്ത പറയാനോ ആരെങ്കിലും അവമതിക്കാനോ പോയിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മറുപടിയായി ഐക്യവും ഭിന്നതയും എന്ന പേരിൽ നമ്മൾ ഒരു പരിപാടി നടത്തി. ശേഷം അദ്ദേഹം വന്ന് സർവ്വ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഇമാമീങ്ങളെയും ഒക്കെ കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പോൾ നമ്മൾ സലഫിക്ക് മറുപടി എന്ന പേരിൽ ഒരു പരിപാടി നടത്തി. 8 CD ഉണ്ട്. ശേഷം അദ്ദേഹം വന്ന് പണ്ഡിതന്മാരൊക്കെ പുരോഹിതന്മാരാണെന്ന് പറയാൻ ഒരു പ്രസംഗം നടത്തി. അപ്പൊ പൗരോഹിത്യമുള്ളത് ആർക്കാണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന വിധത്തിൽ നമ്മളൊരു പ്രസംഗം നടത്തി. 5 CD അതുണ്ട്. ശേഷം പിന്നെ അദ്ദേഹം വന്ന് അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞൊരു പ്രസംഗം നടത്തി. അബൂജഹൽ ഈമാനുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് നേരം പ്രസംഗിച്ചു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ഖണ്ഡിച്ചുകൊണ്ട് 16 CD പുറത്തിറക്കി. അതിൽ 8ഓളം CD ഇവിടെ വെച്ച് തന്നെ പ്രസംഗിച്ചതും ബാക്കി ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിച്ചതുമാണ്. അബൂജഹലിന്റെ കളവ് സലഫിയുടെ തെളിവ് 3 CD, സജ്ജനങ്ങളുടെ കഴിവ് സലഫിയുടെ കളവ് 3 CD, സലാത്തിന്റെ ഗുണങ്ങളും സലഫിയുടെ നുണകളും 3 CD, കമ്മറ്റി സക്കാത്തും കൂട്ടുപ്രാർത്ഥനയും സലഫിയുടെ നുണച്ചാക്കുകൾ 4 CD, സലഫി വലയുന്ന രംഗങ്ങൾ 3 CD. അതിന്റെ ശേഷം പിന്നെ അദ്ദേഹം വന്നൊരു പ്രസംഗം നടത്തി. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പ്രസംഗം അതാണ് സലഫിയുടെ സങ്കടം സത്യത്തിന്റെ വിജയം. അതിന് ശേഷം സലഫി അട്ടിമറികൾ പൊട്ടിയ രംഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് CD ഇറക്കി. എന്നാൽ ഈ CD അദ്ദേഹത്തിന്റെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ ഞാൻ എടുത്ത് മറുപടി പറഞ്ഞ പ്രസംഗമാണ്. 16 CD ഇറക്കിയ പ്രസംഗം. ആ 16 CD 13ഓളം CD അദ്ദേഹം ഇവിടെ വന്ന് ഇതുവരെയും 2 പ്രാവശ്യം 4 ദിവസം പ്രസംഗിച്ചിട്ട് ആ CD തൊട്ടിട്ട് പോലും ഇല്ല. അതിന് മറുപടി പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം ഈ പ്രാവശ്യം പറഞ്ഞ ന്യായീകരണം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത്, നാദാപുരത്തുനിന്ന് പറഞ്ഞാലേ ഞാൻ മറുപടി പറയുള്ളൂ, മറ്റു സ്ഥലത്തുനിന്ന് പറഞ്ഞതിന് പറയൂല. എന്നാൽ അദ്ദേഹത്തിന് മറന്നുപോയി. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചതിന് ഇവിടുന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങള് CD ഇറങ്ങി കിട്ടാത്തത് കൊണ്ടാണ്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു, വീണ് കിട്ടാത്തത് കൊണ്ടാണ് ആസ്പത്രിയിൽ എത്തിക്കാത്തത്, അല്ല CD ഇറങ്ങി കിട്ടാത്തത് കൊണ്ടാണ് എന്റെ മറുപടി ഒരു 10 മാസത്തോളം വൈകിപ്പോയത്. അപ്പൊ ഈ CD ഒക്കെ ഇറങ്ങി കിട്ടുന്നത് വരെ അദ്ദേഹം കാത്തുന്നത് അതിന് മറുപടി പറയാനാണ് എന്നാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ, ഇക്കഴിഞ്ഞ എല്ലാവരും മുമ്പത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ പറയുന്നു, വേറെ സ്ഥലത്തുനിന്ന് പ്രസംഗിച്ചതിനൊന്നും ഞാൻ മറുപടി പറയൂല. എന്താ സംഗതി ചോദിച്ചാല്, മൂപ്പര് കേട്ട് നോക്കിയപ്പോ മൂപ്പർക്ക് മനസ്സിലായി അതിനൊന്നും മറുപടി പറയാൻ കഴിയൂല. ഇതാ വിഷയം. അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ എന്തിന് കട്ടിപ്പാറ പ്രസംഗത്തിന് മറുപടി പറഞ്ഞു ഇവിടുന്ന്? എന്തിന് ഞാൻ CD ഇറങ്ങാൻ വേണ്ടി കാത്തു നിന്നതാണ് ഇവിടുന്ന് പറഞ്ഞു? അപ്പൊ മൗലവി കേട്ടപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് ഇത് മറുപടിയും കൊണ്ട് പോയാന്നാണ്, സംഗതി എത്തൂല എന്ന് മനസ്സിലായത്. എന്നാൽ സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ എന്റെ CD അദ്ദേഹം മറുപടികൾ പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ
സീഡികൾ ചില ഭാഗങ്ങൾ 2 ദിവസം കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞത് സംസാരിച്ചു, ബാക്കി ഞാനും അവിടെ വിട്ടിട്ടുണ്ട്. അയാൾ എന്റെ 14 സീഡിക്കും മറുപടി പറഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്ന നിലയ്ക്ക് ഞാനും അവിടെ സമയമില്ലാത്ത കൊണ്ട് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വാശിക്ക് വേണ്ടി ഒഴിവാക്കി വെച്ചതല്ല. അദ്ദേഹം പറയട്ടെ, അതിനൊക്കെ മറുപടി പറയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. എന്നാൽ ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും സലഫിക്ക് മാത്രമല്ല അനുയായികൾക്കും കൂടി കുറച്ച് പ്രശ്നം. കാരണം കഴിഞ്ഞ പ്രാവശ്യം അനുയായികൾ വന്നു നോക്കുമ്പോ സാധാരണ നടക്കുന്ന സ്ഥലത്ത് പരിപാടി ഇല്ല. അവിടെ ഒരു ബോർഡാണ് കാണുന്നത്, വേലിയാണ് കാണുന്നത്. അപ്പൊ തന്നെ അവർക്ക് കുറച്ച് പ്രശ്നമായി. ഈ പ്രാവശ്യം വന്നപ്പോ നേരെ വന്ന ഉടനെ തന്നെ കാണുന്നത് സലഫിക്ക് മറുപടി പറയുന്ന പ്രസംഗത്തിന്റെ പോസ്റ്ററുകളും ബാനറുകളുമാണ് വന്നിറങ്ങിയപ്പോ തന്നെ കാണുന്നത്. വളരെ ദൂരെ വന്ന മുജാഹിദുകളൊക്കെ മുഖത്തിന് നിറം മാറുകയാണ്. കാരണം നമ്മൾ ഇത്രയും അധ്വാനിച്ച് വന്നിട്ട് 2 ദിവസം കൊണ്ട് മറുപടിയാണെങ്കിൽ നമ്മളിപ്പോ വന്നത് എന്തിനാണ് പിന്നെ ഓരോ മൗലിയും ഭരിച്ചു. സുബ്ഹാനല്ലാഹ്, സത്യത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും സംഭവിക്കും, സ്വാഭാവികമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ രസമുള്ളൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? സാധാരണയായി മൗലവി സ്റ്റേജിൽ കയറിയിട്ട് കളവ് പറയലേ ഉള്ളൂ. ഈ പ്രാവശ്യം നാദാപുരം ടൗണിൽ വെച്ച കവാടം തന്നെ കളവാണ്. എങ്ങനെ കവാടം കളവാകുക? നിങ്ങൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ അവരുടെ പരിപാടി നടന്നത് 18, 19 ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആണ്. എന്നാൽ കവാടത്തിൽ കൊടുത്തത് നിങ്ങൾ വായിച്ചോളൂ സ്ക്രീനിൽ, 18, 19 ശനി ഞായർ എന്നാണ്. സംഗതി 18, 19 ഞായറും തിങ്കളുമാണ്. മൗലവിമാര് ബേജാറിൽ ദിവസം തന്നെ മാറിപ്പോയി. ഒരു കവാടം ഉണ്ടാക്കുമ്പോ അതിന്റെ ഡേറ്റ് എഴുതുന്നത് വരെ, ദിവസം എഴുതുന്നത് വരെ മാറിപ്പോയി. ബേജാറിൽ ഇത്ര ബേജാറുണ്ടെങ്കിൽ ഇത് അർത്ഥമോ? സുബ്ഹാന ജല്ല ജലാൽ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്നായി അദ്ദേഹത്തിന്റെ ക്ലിപ്പ് വെച്ചിട്ട്, കൂടുതൽ ആമുഖമൊന്നും പറയാം, ആമുഖമൊക്കെ ഞാൻ പറഞ്ഞ വേറെ ധാരാളം പേരുണ്ട്. ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ ഓരോ വിഷയങ്ങളിലേക്ക് കടന്ന് സംസാരിക്കാം. ഒന്നാമതായി സദസ്സിൽ വന്ന മുഴുവൻ മുജാഹിദുകളും പൊട്ടിച്ചിരിച്ചു പോയ ഒരു രംഗുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾ? ഉസൈർ സലഫി പറഞ്ഞു, ഉസൈർ സലഫി പ്രസംഗത്തിൽ അങ്ങ് പറഞ്ഞു, എന്റെ പേരിലൊരു കളവ് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. അയാൾ പറഞ്ഞു, അയാളെ നാവ് കൊണ്ട് സലഫി ചീത്തയും പറയൂല കളവും പറയൂല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരുന്നത് എന്ന് മൂപ്പൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോ സദസ്സിലുള്ള മുഴുവൻ മുജാഹിദുകളും അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. കാരണം ഇദ്ദേഹത്തിന്റെ പ്രസംഗം എപ്പോഴും കേൾക്കുന്നവരല്ലേ അവര്. അപ്പൊ അവര് ചിരിച്ചുപോയി. കാരണം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതായിട്ട്, മൂപ്പര് പറയുന്നതായിട്ട് അറിയാതെ മുജാഹിദികൾ ചിരിച്ചുപോയി. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താ പോലെ. സലഫി ചീത്തയും പറയൂല കളവും പറയൂല, അതുകൊണ്ടാ ഞാൻ വരുന്നത്. മനസ്സിലായില്ലേ? സലഫി ചീത്തയും പറയൂല കളവും പറയൂല, അതുകൊണ്ടാ ഞാൻ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സദസ് അങ്ങനെ ചിരിച്ചുപോയി. മൗലവിമാര് എത്ര വളണ്ടിയർമാരെയാണ് നിർത്തിയത് എന്നറിയോ? നമ്മളിത് പിടിച്ചു കളയുന്നതിന്. കാരണം അതിനേക്കാൾ വലിയ പേടിയാണ്. ഇത് പിടിച്ചാല് മറുപടി പറയുമെന്ന് ഉറപ്പാണല്ലോ. അതിന് എത്ര വളണ്ടിയർമാരെയാ നിർത്തിയത് എന്നറിയോ നിങ്ങൾ? ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നാൽ നിങ്ങൾ മനസ്സിലപ്പോ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെ നിങ്ങൾക്കിപ്പോ ഈ ക്ലിപ്പൊക്കെ കിട്ടുന്നത്? മൗലവിമാര് ദുന്യാവിനെ സ്നേഹിക്കുന്ന കാലത്തോളം, മൗലവിമാര് പണക്കൊതിയന്മാരാകുന്ന കാലത്തോളം നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടാൻ വകുപ്പുണ്ടാവും. ഇവിടെ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം വന്നപ്പോ അതാർക്കും മറുപടിയല്ലോ. അയാളാണ് ആദ്യം തുടങ്ങിയത്.
ആദ്യം തുടങ്ങിയത് അയാളാണ്. ആ പ്രസംഗത്തിൽ തന്നെ മുസ്ലിംമാരെയും തങ്ങന്മാരെയും ഇയാൾ പറഞ്ഞ ചീത്തയിൽ നിന്ന് കുറച്ച് തീർത്തും പറയപ്പോ സമയമില്ല, കാണിക്കാൻ സമയമില്ല, കുറച്ചെങ്കിലും കേട്ടോളി. മുസ്ലിംമാരെയും തങ്ങന്മാരെയും അദ്ദേഹം പറയുന്നത് എത്രത്തോളം എന്നറിയോ? ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു ആയത്തോതി കേൾപ്പിച്ചു, എന്ന് ചിന്തിക്കാത്ത കക്ഷികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുപോലും മുസ്ലിംമാരെ സംബന്ധിച്ചാണ്, തങ്ങന്മാരെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കന്നുകാലികളെ കാളതപ്പതിച്ചവരാണ്. എന്തായാലും കാരണം എന്നറിയോ? ദിക്ർ ചൊല്ലുന്നു എന്നുള്ളതാണ്. ഇവര് ദിക്ർ കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഓടിപ്പോകും. കാരണം ഐറ്റങ്ങൾക്ക് ഇവരെ കാണാൻ ബുദ്ധിയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഉലായിക്കൽ അന്നാം, ഇവര് നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞ ഇതിന് വിഷമാവും വിചാരിച്ചു, ബൽഹും അദല്ല്, അതിനേക്കാൾ മോശാണ്. ഫസ്റ്റിൽ തന്നെ, ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം ആലിമീങ്ങളെ ദിക്ർ ചൊല്ലുന്ന വകയിലും അതുപോലെ മറ്റ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ പേരിലും എന്തെല്ലാമാണ് പറഞ്ഞത് ഉള്ളതിന്റെ കുറഞ്ഞ ഭാഗം നിങ്ങൾ കേട്ടോളൂ, ഞാൻ കേൾപ്പിച്ചു തരാം, കേട്ടോളൂ. പാറ്റക്കഴിങ്ങനെ ആട്ടം പിടിച്ചില്ലോ ഒരു മൊയ്ലാമാരിങ്ങനെ ആടുക. കഴുങ്ങ് കണ്ടിട്ടില്ല നിങ്ങള്? എങ്ങനെ നീണ്ടു പോയിട്ട് ആട്ടം പിടിച്ചാണ്ട് ആട്ടം എന്നമാതിരി ആടിയിട്ടാണ് ഈ മുസ്ലിയാരിൽ നിന്ന് അലറുന്നത്. കൂടെയതാ കുറെ ചോറ്റുപട്ടാളവും സ്റ്റേജിൽ തന്നെ ഇരുന്നിട്ട് അലറുന്നു. ഇവര് ദിക്ർ കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഓടിപ്പോകും. കാരണം ഐറ്റങ്ങൾക്ക് ഇവരെ കാണാൻ ബുദ്ധിയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഉലായിക്കൽ അന്നാം, ഇവര് നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞ ഇതിന് വിഷമാവും വിചാരിച്ചു, ബൽഹും അദല്ല്, അതിനേക്കാൾ മോശാണ്. ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട്. ആ മുസ്ലിയാക്കന്മാരോടാ പറയുന്നത്, ആ മുസ്ലിയാക്കന്മാരെ കൊണ്ടു നടക്കുന്നവരോടാ ചോദിക്കാനുള്ളത്. ഈ പുരോഹിത പാതിരിമാര് നാളെ റബ്ബിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോ പുന്നാര റസൂല് പറയും അവരോട്, സുഹഖൻ സുഹഖൻ സുഹഖാ, ഗോബേക്ക് പുറത്തേക്ക് പോടാ, മാറിപ്പോടാ എന്ന് ഇത്തരത്തിലുള്ള തങ്ങന്മാരോട് പറയും. ഈ മുസ്ലിയാക്കന്മാരോട് പറയും, നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന പേരല്ല കൂട്ടരെ നല്ലത്, സമ്പത്ത് ജമാഅത്ത്. നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ എവിടുന്നാ കിതാബ് ഓതിയത്? എന്താണ് സഖാഫികളുടെ കൂട്ടത്തിലുണ്ട് പേട്, ഒക്കെ പേടാ, ഒക്കെ പേടാ, ഒക്കെ പേടാ. ഈ എ പി വർഗം മാത്രം കേരളത്തിലെ ജനങ്ങളെയൊക്കെ ഒരുമിപ്പിക്കാനുള്ള കേരള യാത്രയെ പറ്റി ഒരു ഫലിത ബോർഡ് കണ്ടു. എന്താണ് ഇയാളുടെ യാത്ര കാണുമ്പോൾ ഓർമ്മ വരുന്നത്? വനത്തിലെ ചന്ദനങ്ങളും മരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി വീരപ്പന്റെ വനസംരക്ഷണ യാത്ര. പ്രസംഗത്തിലുള്ള കുറച്ച് കലിമത്തുകളാണ്. എന്നിട്ട് ഇപ്പോ മുജാഹിദിന്റെ മൗലവിമാര് തന്നെ പറയുന്നു വ്യക്തിഹത്യയായി പോന്ന പ്രസംഗം. ഇതിപ്പോ ആദ്യത്തെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ ചീത്തയാണ്. ഇനി നിങ്ങൾ കേൾക്കുന്നത് രണ്ടാം പ്രസംഗത്തിലും മറ്റും അദ്ദേഹം പറഞ്ഞ ചീത്തകളിൽ കുറച്ച്. കാരണം മുമ്പ് ചീത്ത പറയൂല എന്നാണല്ലോ കാര്യമായിട്ട് ഇപ്രാവശ്യം വന്ന് ചേറ്റിയെട്ടി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതൊന്ന് നമ്മൾ മറന്നുകൊണ്ട മുമ്പ് കേട്ടേനുണ്ടാവും. ഒന്ന് കേൾപ്പിച്ചോർത്തവനെ. നമ്മളെ അന്ത്രു മാഠേത്തരത്തിന് കജ്ജും കാലും മുളച്ചാലേ പേരോടാവും. മാഠേത്തരത്തിന് കജ്ജും കാലും മുളച്ചാലേ പേരോടാവും. വിദ്യയല്ല ഇയാള്. ഈ പെരുങ്കള വഞ്ചകൻ, ഈ പെരുങ്കള വഞ്ചകൻ അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടുക്കിടും എന്നെ. ലിഫ്റ്റിന്റെ കുടുക്കിടും എന്നെ. എന്നിട്ട് വിളിക്ക്. പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഉളുപ്പുണ്ടോ ആർക്ക്? കഴുതക്ക് അമേദ്യം കണ്ടാൽ ഇത്ര ഒരു എലി, ആ എലിയാ മൂപ്പര് വിളിച്ച്. കഴുതക്ക് അമേദ്യം കണ്ടാൽ ഇത്ര ഒരു എലി, ആ എലിയാ മൂപ്പര് വിളിച്ച്. ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസാ. അത് വളരെ കറക്റ്റാണ്. ഞാനിവിടെ ഉള്ള ആളാണല്ലോ, വന്നാളാരാന്ന് എല്ലാവർക്കും അറിയില്ലേ. ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസാ.
ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിനുള്ളവരെ അതിൽ പോകുള്ളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിനുള്ളവരെ അതിൽ പോകുള്ളൂ. അപ്പൊ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സമസ്തയിൽ മെമ്പറായിരുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയ തങ്ങൾ സമസ്തയിൽ മെമ്പറായിരുന്നു. ഇന്നും പാണക്കാട് കുടുംബത്തിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, ചെറിയ രോഗമുണ്ടെന്ന് കേട്ടു. അദ്ദേഹം ഒരു സമസ്തയിൽ മെമ്പറാണ്. അതുപോലെ പാണക്കാട് കുടുംബത്തിൽ തന്നെ സയ്യിദ് ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ സമസ്തയിൽ മെമ്പറാണ്. അങ്ങനെ തുടങ്ങി എത്രയോ സയ്യിദന്മാര് ജീവിച്ചിരിക്കുന്ന ഒരു വഫാത്തായവരും, കണ്യത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, അതുപോലെ സദഖത്തുള്ള മുസ്ലിയാർ തുടങ്ങി വഫാത്തായി പോയ മഹാന്മാർ, അല്ലാഹു അവരൊക്കെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവരൊക്കെ സമസ്തയിൽ മെമ്പറായിരുന്നു. അവരൊക്കെ മാനസിക മൂപ്പരെ കണ്ടുപിടുത്ത. ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞ മൗലവിയാണ് ഇപ്പൊ ചേച്ചേട്ടിയിൽ വന്നിട്ട് പറയുന്നത് സലഫി ചീത്തയും പറയൂല, കളവും പറയൂല. അപ്പൊ സദസ്സിലുള്ളവർ ചിരിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതം പറയേണ്ടതുള്ളൂ. എന്നാൽ ഇങ്ങനെയൊക്കെ ചീത്ത പറയുന്ന ആളെ സംബന്ധിച്ച് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത് എന്ന് അയാളെ നാവുകൊണ്ടൊന്ന് കേട്ടോളി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല, ഒരു മുഅ്മിൻ തെറി പറയൂല, ഒരു മുഅ്മിൻ അശ്ലീലം പറയൂല, ഒരു മുഅ്മിൻ ചീത്ത പറയുകയില്ല. അതിന് മുഅ്മിനിന്റെ നാവ് പറ്റൂല. ഇപ്പൊ കക്ഷി ഏതാന്ന് ബോധ്യപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്താ പറഞ്ഞിരുന്ന അയാൾ എന്നെ കേൾപ്പിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൂപ്പര് പറയുന്നത്, മൂപ്പര് ഒരു കൂട്ടുകാരനുണ്ട് സക്കരിയ സലാഹി. മൂപ്പര് എന്നെ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചു പോലും, കടവത്തൂർ വെല്ലുവിളിച്ചു പോലും. ആ വെല്ലുവിളിക്ക് ഞാൻ പോയി മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പര് കണക്കിലെടുക്കുന്നില്ല. മൂപ്പര് പറയുന്നത് ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചില്ലേ പേരോടിനെ സക്കരിയ സലാഹി, എന്നിട്ട് എന്താ പോവാത്തത്, എന്നെ തന്നെ എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് മൂപ്പര് ചോദിക്കുന്നതിന്റെ ആകത്തൊക്കെ മയന. അതിപ്പോ ചേറ്റേട്ടിന്ന് മൂപ്പര് അത് പറഞ്ഞു. എന്നാ സക്കരിയ സലാഹി വെല്ലുവിളിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയിൽ ഞാൻ പറഞ്ഞു, സക്കരിയ സലാഹിക്കും ഈ മൗലവിമാർക്കൊന്നും മറുപടി ഞാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ അടുത്ത് മീസാ മുതൽ ഓതി പഠിച്ച മുത്തഅല്ലിമീങ്ങൾ ഓതി പഠിച്ച് സഖാഫികളായി ഇപ്പോൾ ദർസ് നടത്തുകയും അത് പറയുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഞാൻ അവരെയാണ് ഇനി അങ്ങോട്ട് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞു. അത് ഞാൻ കടവത്തൊന്ന് പറഞ്ഞൊന്ന് കേട്ടോളി. അതിന്റെ CD നിങ്ങൾക്ക് കിട്ടും. നല്ല രസമുള്ള CD ആണ്. മൗലവിമാരെ ഏകദേശ തട്ടിപ്പ് ഞാൻ അതിൽ ഓരോന്നോരോന്നായി എടുത്തു കാണിച്ചിട്ടുണ്ട്. അതാണ് അക്ബറിന്റെ വിവരക്കേടും മുജാഹിദിന്റെ ഗതികേടും എന്ന CD. അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം അങ്ങോട്ട് കേട്ടോളി. മൗലവി എന്നെ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നു, ഞാൻ വളരെ പാവപ്പെട്ട ആളെ പോലെ മറുപടി പറയുന്നു. അന്ന് കേട്ടോളി. അദ്ദേഹത്തിന്റെ വെല്ലുവിളി നിങ്ങളൊന്ന് കേട്ടോ. കരിയാട് എൻ്റെ ശിഷ്യൻ നൗഷാദ് സഖാഫി, അദ്ദേഹം ഇവിടെ ഈ സ്റ്റേജിലുണ്ട്. അദ്ദേഹം കരിയാട് പോയി പ്രസംഗിച്ചു. സക്കരിയ സലാഹി പിന്നെ മറുപടി പറയാൻ വന്നോ? വാണിമേൽ പോയി ചേലബുക്ക് പ്രസംഗിച്ചു. പിന്നെ സക്കരിയ സലാഹി മറുപടി പറഞ്ഞോ? പോകട്ടെ, എരഞ്ഞിന്റെ കീഴിൽ പ്രസംഗിച്ചു ഒരാഴ്ച മുമ്പ്. സക്കരിയ സലാഹി മറുപടി പറഞ്ഞോ? എന്റെ ശിഷ്യന്മാരാ അവിടെ വന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ട് സക്കരിയ സലാഹി എന്നെ വെല്ലുവിളിക്കുന്നത് ഇത് ഒക്കെ ഇൻഷാ അല്ലാഹ് എന്റെ കുട്ടികളായിരിക്കും എന്നെ നേരിടുന്നത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. എന്റെ പേരും വെച്ച് CD ഇറക്കി പൈസ ഉണ്ടാക്കാന്നില്ല ആ മോഹം ഇനി മനസ്സിൽ വേണ്ട എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഒന്ന് വെച്ചു കൊടുത്താൽ കടവത്തൂരിലെ ഈ പേരോടിന്റെ പ്രസംഗം സംഘടിപ്പിച്ച സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇയാളെ തന്നെ കൊണ്ടുവരണം, ഇവിടെ മറുപടി പറയണം. ഞങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ ഈ നാട്ടിലൊന്ന് ചർച്ചയാവണമെന്ന് ആഗ്രഹമുണ്ട്. പേരോട് വരട്ടെ. പേരോട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുവാൻ ഞങ്ങൾ തയ്യാറാണ്. ധൈര്യമുണ്ടെങ്കിൽ, പേരോട് വലിയ ആദർശവാദിയാണെങ്കിൽ ഇവിടെ വരട്ടെ, പ്രസംഗിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ വെല്ലുവിളിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കേട്ടില്ലേ, മൂപ്പര് വെല്ലുവിളിക്കാണ്. അങ്ങനത്തെ എത്ര വെല്ലുവിളി നമ്മൾ കേട്ടതാണ്.
ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൂപ്പര് പറയുന്നു ഇവിടെ നാദാപുരം പോലെ തന്നെ ഇവിടെയും നടത്തുന്നതാണ്. അതെന്തിനാ? അത് ഹുസൈൻ സലഫി നന്നായിട്ട് CD വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അയാൾക്കറിയാം. അത് ഹുസൈൻ സലഫിന്റെ കീശയിൽ പോകുന്നത് സക്കരിയ സലാഹിന്റെ കീശയിലേക്ക് വരണം. അതിനുള്ള മാർഗമാണ് മൂപ്പർ ഇങ്ങനെ ചൊല്ല് അന്വേഷിക്കുന്നത്. മെല്ലെ നാദാപുരത്തുനിന്ന് അത് വലിച്ചിങ് കടവത്തൂർ കൊണ്ടിട്ടാൽ മൂപ്പര കീശയിലേക്ക് വരുമല്ലോ CD വിൽക്കുന്ന പൈസ. എന്നാൽ ആ വ്യാമോഹം വേണ്ട, അത് നടക്കാൻ പോകുന്നില്ല. നാദാപുരത്ത് വെച്ച് തന്നെ എല്ലാ മൗലൈമാരെയും പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് അവിടെ നിന്ന് മാറിക്കളയാമെന്നൊരു ധാരണ ഒരു മൗലവിക്കും വേണ്ട എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെന്നോട് ഇങ്ങോട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ ഭാഷയാണ്. അവൻ കേൾപ്പിച്ചു കൊടുത്തവനെ നാദാപുരം പോലെ ഇവിടെ എന്ന് പറഞ്ഞു. ഇനി ഇവിടുന്നും കിട്ടും ഇൻഷാ അല്ലാഹ്, ഇവിടെയും നമുക്കൊരു നാദാപുരം ആവർത്തിക്കാൻ പോവാ. ഇനി ഇവിടുന്നും കിട്ടും ഇൻഷാ അല്ലാഹ്, ഇവിടെയും നമുക്കൊരു നാദാപുരം ആവർത്തിക്കാൻ പോവാ. പൂതിയാണ്. എന്നാ മൂപ്പർക്ക് എന്ത് ചെയ്യാ? CD വിറ്റ് പൈസ ഉണ്ടാക്കാം. അതിനാ ഞാൻ പറഞ്ഞത് അതിന്റെ ശിഷ്യന്മാർ ഇൻഷാ അല്ലാഹ് നിങ്ങളെ നേരിട്ടുകൊണ്ടേയിരിക്കും. ഇനിയൊരു രസം കേൾക്കണം നിങ്ങൾക്ക്. മൗലവി പറയുന്നു ആലപ്പുഴയില് അയാള് പ്രസംഗിച്ചിട്ട് ഞാൻ വാണിമേൽ നിന്നാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഹുസൈൻ സലഫി ചോദിക്കാണ് ഇവിടുന്ന് ഈ ചേറ്റിയിൽ വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് പ്രസംഗിച്ചതിന് വാണിമേന്ന് മറുപടി പറഞ്ഞ എന്താണ്? ആ മൗലവിക്ക് വിവരം അറിയോ? ഞാൻ മൗലവിന്റെ പൊരേന്റെ അടുത്ത് പോയിട്ട് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്ത് കട്ടിപ്പാറ പോയി പ്രസംഗിച്ച് മൗലവി പോയത് എനിക്ക് മറുപടി പറയാൻ അയാളെ നാട്ടിൽ നിൽക്കാതെ ആലപ്പുഴക്ക് പോയി. ആലപ്പുഴ പോയിട്ട് അയാൾ പ്രസംഗിച്ചു. അപ്പൊ വാണിയെ പോയിട്ട് ഞാൻ മറുപടി പറഞ്ഞു. അതൊന്ന് വെച്ചുകൊടുക്ക്. അയാൾ പറയുന്നത് ആലപ്പുഴ പോയിട്ട് ആൾ അയാൾ പ്രസംഗിച്ചിട്ട് ഞാൻ വാണിയെന്നാ മറുപടി പറഞ്ഞത്. അത് വെച്ചോട്ടാ മതി. ഞാൻ ആലപ്പുഴയിൽ പോയി പ്രസംഗിച്ചപ്പോ പേരോട് ആലപ്പുഴയിൽ വന്നോ? പേരോട് വാണിമേലിലാ മരുന്ന് വെക്കുന്നത്. ആലപ്പുഴയിൽ ഹുസൈൻ സലഫി പ്രസംഗിച്ച CD ഇറങ്ങിയപ്പോ അത് ക്ലിപ്പിട്ടിട്ട് നിങ്ങൾ വാണിമേലിലെ പ്രസംഗം തുടങ്ങിയിരുന്നാ ഇത് മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ സലഫിയുടെ ആലപ്പുഴ പ്രസംഗത്തിന് മറുപടിയാണ്. ആലപ്പുഴയിൽ മുറിഞ്ഞതിന് വാണിമേലിലാ മരുന്ന് വെക്കൽ പേരോട് നിങ്ങളെ. അപ്പൊ ആലപ്പുഴ മൂപ്പര് പ്രസംഗിച്ചിട്ട് ഞാൻ വാണിമേൽ മറുപടി. മൂപ്പര് ആലപ്പുഴ പോയെന്തായിരുന്നു? നാട്ടിൽ നിൽക്കാൻ പറ്റാത്തോണ്ട്, സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തോണ്ട്. ഞാൻ അവിടെ പ്രസംഗിച്ചിട്ട് കൊല്ലത്തിരിയായി. സ്വന്തം നാട്ടിൽ വീട്ടിന്റെ അടുത്ത്. ഞാൻ വെറുതെ പ്രസംഗിച്ചതല്ല, ഇയാൾ എന്നെ ക്ഷണിച്ചിട്ട് പോയി പ്രസംഗിച്ചാണ്. ഇവിടെ നാദാപുരത്തുനിന്ന് ഞാൻ ചോദിച്ചു, അയാളെ സ്വന്തം ബാപ്പാനെ തന്നെ പരിഹസിച്ചിട്ട് മുസ്ലിയാമാര് യാസീൻ ഓതി പൈസ കീശയിലിടുന്ന കാണിച്ചപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളെ ബാപ്പല്ലേ ആ പണി സാധാരണ എടുക്കാറ്? നിങ്ങൾക്കും ചിലപ്പോ കിട്ടാറില്ലേ മുമ്പ്? അങ്ങനെയല്ലേ സംഭവം ഉള്ളത്? നിങ്ങൾ ബാപ്പാൻ എന്തിനാ നാദാപുരത്ത് വന്നിട്ട് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ മൂപ്പരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങളെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ? മൂപ്പര കുടുംബക്കാരൊക്കെ ഉണ്ടാവൂലേ, ജേട്ടനും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ യാസീൻ ഓതിട്ട് മുസ്ലിംമാര് കീശ പൈസ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ പരിഹസിക്കുന്ന ഈ പ്രസംഗം സ്വന്തം നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മൗലവി പറഞ്ഞു, അങ്ങ് വാ, എവിടെയും പ്രസംഗിക്കൂ. എനിക്കെന്താ എവിടെയും പ്രസംഗിക്കുന്നത് കുഴപ്പമുണ്ടോ? എവിടെയും പ്രസംഗിക്കും, അങ്ങോട്ട് വാ. അപ്പൊ ഞാൻ കുറെ കാത്തുനോക്കി, ഇയാൾ പ്രസംഗിക്കുന്നില്ല. അവസാനം പിന്നെ ഞാൻ തന്നെ പോയി പ്രസംഗിച്ച അയാളെ നാട്ടിൽ. എന്നിട്ടും അയാൾ വന്നില്ല. അതൊന്ന് കേട്ടോളൂ. എന്നിട്ട് അതിന്റെ രസാതല്ല, അങ്ങനെ ഇയാള് നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചിട്ട് ഞാനിങ്ങനെ വന്നതിന്റെ CD ഇറക്കി എല്ലാവർക്കും കിട്ടി. ഇവിടുന്ന് മൂപ്പര് ചോദിക്കുന്നത് ഞാനെങ്ങനെ ക്ഷണിച്ചിനോ? അതെല്ലാം കൂടി ഒന്ന് കേട്ടോളി. ഇവർക്ക് ആദ്യം പറഞ്ഞൊരു പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എന്നോട് ചോദിച്ച് കട്ടുപ്പാറയിൽ പ്രസംഗം തുടങ്ങുമ്പോ തന്നെ മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ? മൗലവിനെ ഇവിടെ കാണാലോ, മൗലവിനെ ക്ഷണിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇവിടെ മുജാഹിദീങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ കട്ടുപ്പാറ വന്നിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് മൂപ്പര് പറയണം, അതുകൊണ്ട് ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാള് സ്ഥലത്തുണ്ടാകലും മാന്യതയാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പെങ്കിലും മൂപ്പര് ഇവിടെ എത്തുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുന്നതെന്ന് കേട്ടോളൂ. ആദ്യമായി നിങ്ങൾക്ക് എന്നെ ക്ഷണിക്കുന്ന വാചകം ഞാൻ കേൾപ്പിച്ചു തരാം. നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. പ്രസംഗിക്കാൻ അവിടെയല്ലേ എവിടെയും പ്രസംഗിക്കും. അതെ, അപ്പൊ എന്നെ ക്ഷണിച്ചതാണ് കേട്ടത്. കണ്ടോ, ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? എങ്ങനെ എങ്ങനെ മൂപ്പര് പറഞ്ഞു ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടതാ? അങ്ങോട്ട് വാ നാട്ടിലേക്ക് എന്ന് പറയാ, പിന്നെ ഇതേതെങ്കിലും അത് സ്വപ്നം കണ്ടതാ? ഒന്ന് വെച്ചോട്ടെ, രണ്ടും കൂട്ടിയിട്ടൊന്ന് വെച്ചോട്ടാ മനെ. അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ?
അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ. ഞാൻ മൗലവീനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും കാഴ്ച. ഇന്നത്തെ വിഷയം ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എന്താണ് ഇതുവരെ ചെയ്തു വന്ന ഏറ്റവും വലിയ സേവനം? മുസ്ലിമീങ്ങളെ കാഫറാക്കുക എന്നതല്ലേ? സർവ മുസ്ലിമീങ്ങളും ഇവരുടെ കാഴ്ചപ്പാടിൽ കാഫിറുകൾ, അവിശ്വാസികൾ, ഇവര് മാത്രം മുസ്ലിമീങ്ങൾ. ഇങ്ങനെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്നതല്ലേ ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവരെ ചെയ്തത്? രണ്ടാമത് ചെയ്തത് എന്താണ്? അബൂജഹലും മക്കയിലെ മുശ്രിക്കീങ്ങളും എല്ലാവർക്കും അറിയാം, അവർ കടുത്ത അവിശ്വാസികളാണ്. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചിട്ടില്ല, അവർ ദീനിൽ വിശ്വസിച്ചിട്ടില്ല. എല്ലാവർക്കും മുസ്ലിമികൾക്ക് അറിയുന്ന ഒരു വിഷയമാണ്. അള്ളണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസാവൂല, അല്ലേ? ഹിന്ദുമതം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കലാവോ? ഇസ്ലാം മതം ഉണ്ട് എന്നൊരു ഹൈന്ദവൻ പറഞ്ഞാൽ അത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കലാവോ? അതുപോലെ മുഹമ്മദ് നബി ഉണ്ട് എന്ന് ഒരു അമുസ്ലിം സഹോദരൻ പറഞ്ഞാൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കലാവോ? അപ്പൊ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നത് അബൂജഹലിൽ നിന്നുണ്ടായിട്ടില്ല. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ ഉണ്ട്. ഹൽ തദ്റൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലൂ അല്ലാഹു വറസൂലുഹു അഅലം. സഹാബികളുടെ മറുപടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നിരീശ്വരവാദിയാകാതിരിക്കുക എന്നല്ല, അല്ലാഹുവാണ് ആകാശവും ഭൂമിയും പടച്ചത് എന്ന് പറയൽ അല്ല. പിന്നെ എന്താണ് അല്ലാഹുവിൽ വിശ്വസിക്കൽ? അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹരില്ലെന്നും അവൻ അതാ ഏകനാണെന്നും അവന് ഒരു നിലക്കും ഒരു സമന്മാരും ഒരു കൂറുകാരനും ഒരു പങ്കുകാരനും ഇല്ലെന്നും മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും അതോടുകൂടി തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുക. അതിനാണ് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ അതിന് വിരുദ്ധമായി മൗലൈമാര് മുഴുവൻ സ്ഥലത്തും പറയുന്ന ഒരു ആശയമാണ്, അബൂജഹലിനും മക്കാ മുശ്രിക്കുകൾക്കും അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് അവരെ ഒന്ന് നന്നാക്കാനുള്ള ഏർപ്പാട്. എന്തിനാണ്? സുന്നി മുസ്ലിമീങ്ങൾ മുശ്രിക്കീകളും കാഫിരീകളുമാണെന്ന് വരുത്തി തീർക്കാനാണ് അബൂജഹലിനെ ഒന്ന് നന്നാക്കുന്നത്. ഈ പരിപാടി മുജാഹിദ് മൗലവിമാരുടെ സ്ഥിരം സ്വഭാവമാണ്. അത് ഇവിടെയും മൗലവി വന്ന് പയറ്റി, അവിടെയാണ് മൗലവി കുടുങ്ങി പിഴച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് ഇന്നും നാളെയുമായി അങ്ങ് കടക്കും. സമയം അഥവാ മതിയായില്ലെങ്കിൽ, വേണ്ടി വന്നാൽ സൗകര്യമുണ്ടെങ്കിൽ, സംഘാടകർ അനുവദിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം കൂടി വേണമെങ്കിൽ നമുക്ക് പരിപാടി നടത്താം. അതിന് പെർമിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ നടത്താം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇപ്പോൾ നന്നായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ തെറ്റായി വെച്ച ഒരു കാര്യമാണ് സുബ്ഹാനല്ലാഹ് നിരപരാധിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, വ്യഭിചാരം നടത്താത്തവനെ കുറിച്ച് വ്യഭിചാരിയാണെന്ന് പറയുക, മദ്യപിക്കാത്തവനെ കുറിച്ച് മദ്യപാനിയാണെന്ന് പറയുക, കളവ് നടത്താത്തവനെ പറ്റി കള്ളനാണെന്ന് പറയുക, അല്ലേ? വാക്ക് പാലിക്കുന്നവനെ കുറിച്ച് വാക്ക് പാലിക്കാത്തവൻ എന്ന് പറയുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനെ കുറിച്ച് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവനെന്ന് പറയുക. ഇങ്ങനെ അതാ ഏത് തെറ്റ് ഒരു മനുഷ്യന്റെ പേരിൽ ആരോപിക്കുന്നുണ്ടെങ്കിലും അത് വലിയ തെറ്റല്ലേ സഹോദരന്മാരെ? എന്നാൽ ലോകത്ത് അല്ലാഹുവിന്റെ ദീനിൽ ശരീഅത്തുൽ ഇസ്ലാമിൽ ഏറ്റവും വലിയ തെറ്റ് എന്താണ്? അത് ശിർക്കാണ്. അതിനേക്കാൾ വലിയൊരു തെറ്റ് വേറെയില്ല.
ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കൽ, അല്ലാഹുവിന് പങ്കുകാരെ സ്ഥാപിക്കൽ, അല്ലാഹുവിന് കൂറുകാരുണ്ടെന്ന് വിശ്വസിക്കൽ, ബഹുദൈവ വിശ്വാസം, അത് അല്ലാഹു പൊറുക്കാത്ത തെറ്റാണ്. മറ്റുള്ള പലതും അല്ലാഹു പൊറത്തു കൊടുത്തു എന്ന് വരാം. പക്ഷേ ശിർക്ക് എന്ന് പറയുന്ന പാപം അത് പൊറത്തു കൊടുക്കുന്ന തെറ്റല്ല എന്ന് ഖുർആൻ പറയുകയാണ്. അതിൽ നിന്ന് പാശ്ചാത്തപിച്ച് മടങ്ങി ഈമാനിലേക്ക് വരുന്നില്ലെങ്കിൽ അത് പൊറുക്കപ്പെടുന്ന പാപമല്ല. അപ്പൊ ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക്. ഈ ശിർക്ക് ചെയ്തുവെന്ന് ആരോപിച്ച് മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമാക്കി ചിത്രീകരിക്കുകയും പ്രഖ്യാപിക്കുകയുമാണ് ഇവിടെ സർവ്വ മൗലവിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. മങ്കൂസ് മൗലിദ് ശിർക്കാണ് പോൽ, മുഹീദ്ദീൻ മാല ശിർക്കാണ് പോൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അതാ ദിക്റും ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഭക്ഷണം ദാനം ചെയ്യാൻ വേണ്ടി ഒരാളൊരു കോഴിയെ അറുത്താൽ സുബ്ഹാനല്ലാഹ് ശിർക്കാണ് പോൽ. മങ്കൂസ് മൗലിദ് ഓതിയാൽ ശിർക്കാണ് പോൽ, മുഹീദ്ദീൻ മാല ചൊല്ലിയാൽ ശിർക്കാണ് പോൽ, സിയാറത്തിന് പോയാൽ വരെ ശിർക്കാണെന്ന് മൗലവിമാര് പ്രസംഗിച്ചില്ലേ? അങ്ങനെ കാണുന്നതൊക്കെ ശിർക്ക്. ഇങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഈ കാലം വരെ ജീവിച്ച എല്ലാ മുസ്ലിമീങ്ങളുടെ പേരിലും കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമിങ്ങളുടെ പേരിലും നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മങ്കൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മുതൽ ഓതുന്നുണ്ട്, മുഹീദ്ദീൻ മാല ഖാദി റഹിമഹുല്ലാഹ് മുതൽ ഓതുന്നുണ്ട്. എന്നാൽ ഹദാദ് ഖതീബ് അബ്ദുല്ലാഹി ഹദാദ് മുതൽ ഓതുന്നുണ്ട്, മുഹീദ്ദീൻ ഖതീബ് മുഹീദ്ദീൻ ശൈഖിന്റെ കാലം മുതൽ ഓതുന്നുണ്ട്. എന്നാ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലക്കിയും ഇസ്തിഗാസ ചെയ്തും കൊണ്ട് നബിയോട് തേടലും നബിയെ മുൻനിർത്തി തേടലും അത് അതാ റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ജീവിച്ചു പോയ ആലിമീങ്ങൾ മുഴുവനും ചെയ്തിട്ടുണ്ട്. സയ്യിദന്മാര് ചെയ്തിട്ടുണ്ട്, ബാഫഖി തങ്ങൾ ചെയ്തിട്ടുണ്ട്, പാണക്കാട് തങ്ങൾ ചെയ്തിട്ടുണ്ട്, കീഴൻ ഉസ്താദ് ചെയ്തിട്ടുണ്ട്, സദഖത്തുള്ള മുസ്ലിയാര് ചെയ്തിട്ടുണ്ട്, കണ്യത്ത് ഉസ്താദ് ചെയ്തിട്ടുണ്ട്, ഖുതുബി തങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടങ്ങ് പോയാൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നത് പുണ്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇമാം റംലി ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നത് പുണ്യമാണ് അനുവദനീയമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇമാം സുബ്കി ചെയ്തിട്ടുണ്ട്, ചെയ്യൽ പുണ്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതാ റസൂലുള്ളാഹിനെ വിളിച്ച് തേടൽ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിൽ എഴുതിയിട്ടുണ്ട്, ഈളാഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്, തേടിയിട്ടുണ്ട്. അങ്ങനെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി ചോദിക്കലും റസൂലുള്ളാഹിനെ വിളിച്ച് തേടലും റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കലും വജവാസുഹു വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമതി ലികുല്ലി ദീ ദീനിൻ അൽ മഅറൂഫതി മിൻ ഫിഇൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി ചോദിക്കലും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടലും അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടലും ഒക്കെ അതാ മിനൽ ഉമൂരിൽ മഅലൂമതി ലികുല്ലി ദീ ദീനിൻ, ഏത് മതവിശ്വാസിക്കും അറിയപ്പെട്ട സംഗതിയാണ്. അൽ മഅറൂഫതി മിൻ ഫിഇൽ അംബിയാഇ വൽ മുർസലീൻ, ലോകത്തുള്ള മുഴുവൻ അംബിയാ മുർസലുകളുടെയും പ്രവൃത്തിയിൽ നിന്ന് അറിയപ്പെട്ടതാണ്. വസിയരി സലഫി സ്വാലിഹീൻ, ലോകത്തുള്ള എല്ലാ മഹാന്മാരായ സജ്ജനങ്ങളുടെയും നടപടിയാണ്. ഓ സഹോദരന്മാരെ, അങ്ങനെ തുടങ്ങിയിട്ട് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പണ്ഡിതനും ഫലം യുൻകിർ ദാലിക അഹദുൻ,
അതിനെതിരായി ലോകത്ത് ഒരു പണ്ഡിതനും ഒരു മുസ്ലിമും സംസാരിച്ചിട്ടില്ല. ഇബ്നു തൈമിയ്യ വരുന്നത് വരെ ലോകത്ത് ഒരു വ്യക്തിയും അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കരുതെന്നോ നബിയോട് തേടരുതെന്നോ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവര് പറയാണ്, സർവ ആലിമീങ്ങളുടെ നടപടിയിൽ നിന്നും അറിയപ്പെട്ടതാണ് മുസ്ലിമീങ്ങളെ മുഴുവൻ സാധാരണക്കാരും അവരും ചെയ്തതാണ്. എന്നാൽ ഒരു മതവിശ്വാസിയും അതിനെതിരായി സംസാരിച്ചിട്ടില്ല. ഒരു കാലത്തും അതിനെതിരെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ഇബ്നു തൈമിയ്യ വരുന്നത് വരെ. ഇബ്നു തൈമിയ്യന്റെ സ്വന്തം അതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതനാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു. എഴുതാണ്, കാലത്ത് തന്നെ എഴുതാണ്, ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ. ഇബ്നു തൈമിയ്യ ആ വിഷയത്തിൽ ചില സംസാരം സംസാരിച്ചു. വിഡ്ഢികളായ, ദുർബലരായ, വിവരം കെട്ടവരായ ചില ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില സംസാരം ഇബ്നു തൈമിയ്യ നടത്തിക്കളഞ്ഞു. എന്നിട്ട് ഇബ്നു തൈമിയ്യ പുത്തനാശയക്കാരനായി അദ്ദേഹം പുതിയൊരാശയം കൊണ്ടുവന്നു. മാലം യുസ്ബഖ് ഇലൈഹി ഫീ സാഇരിൽ അസാർ. ലോകത്ത് ഒരു കാലത്തുമില്ലാത്തൊരു പുതിയ ആശയം ഇബ്നു തൈമിയ്യ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്, വഹസ്ബുക, നിനക്ക് മതി, ഇബ്നു തൈമിയ്യ റസൂലുള്ളാഹിനെ വിളിക്കുന്നതും തേടുന്നതും വിമർശിച്ചത്, റസൂലുള്ളാഹിനെ അടയാളനാക്കുന്നത് വിമർശിച്ചത്, ലിൽ ഇസ്തിഗാസതി വതവസ്സുലി, തവസ്സുലിനെയും ഇസ്തിഗാസയും വിമർശിച്ചത് ഖൗലുൻ, അതൊരു ഖൗലാണ്, ലം യഖുൽഹു ആലിമുൻ ഖബ്ലഹു, അദ്ദേഹത്തിന് മുമ്പ് ഒരു ആലിമും ഒരു പണ്ഡിതനും അത് പറഞ്ഞിട്ടില്ല. വസറ ബിഹി ബൈന അഹ്ലിൽ ഇസ്ലാമി മുസ്ലിം, ഇസ്ലാമിന്റെ വക്താക്കൾക്കിടയിൽ ഈ പുതിയ വാദം ഉന്നയിച്ചതിനാൽ ഇബ്നു തൈമിയ്യ കളിപ്പാട്ടമായി പോയി. സിഫാഉസ് സഖാമിന്റെ 171-ാമത്തെ പേജിൽ മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു എഴുതുന്നു, എന്നാൽ ആ ഇബ്നു തൈമിയ്യ തന്നെയും സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ച സംഭവം ഉള്ളതാണെന്നും സഹായം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നും, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സഹായം കൊടുത്തത്, ഖബറിൽ നിന്ന് സഹായം കൊടുത്തതിന്റെ കാരണം വഅക്തറു ഹൗലാഇ السائلين الملحين لما هم فيه من الحال لو لم يجابوا لاضطرب إيمانهم كما أن السائلين له في الحياة كانوا كذلك. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ചോദിച്ചാൽ കൊടുക്കുന്നത് പോലെ വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സഹായം കൊടുത്തതാണ്. അത് കൊടുക്കാൻ കാരണം ചോദിച്ച ആൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്റെ നേതാവെന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന നിലക്ക് നബിയോട് അദ്ദേഹത്തിന് ഒരു വിമ്മിഷ്ടമുണ്ടായി, ഒരു വിഷമമുണ്ടായി. അതിനാൽ അയാളെ ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന് സഹായം ചെയ്തത്. ഖബറിന് റസൂൽ സഹായിച്ചിട്ടുണ്ട്, അത് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനാണ് സഹായം ചോദിച്ചവരെ സഹായിച്ചത് എന്ന് പറഞ്ഞ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വകദാലിക സുആലു ബഅദിഹിം ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിഗൈരിഹി മിൻ ഉമ്മത്തിഹി ഹാജതഹു ഫതുഖ്ദാലഹു ഫഇന്ന ഹാദാ ഖദ് വഖഅ കസീറൻ. ധാരാളം സംഭവിച്ച കാര്യമാണ് ഖബറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് സഹായം ചെയ്തത്, റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചപ്പോൾ സഹായം കിട്ടിയത് എന്ന് തന്നെ ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ചില സ്ഥലങ്ങളിൽ അങ്ങനെ സഹായം തേടപ്പെടരുത് എന്ന് പറഞ്ഞതിനെയാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു കഠിനമായി വിമർശിച്ചുകൊണ്ട് കിതാബ് എഴുതിയത്. അതിലാ പറഞ്ഞത്, ലോകത്തൊരു പണ്ഡിതനും റസൂലുള്ളാഹിനോട് വിളിച്ചു തേടരുത് എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും ചെയ്തതാണ്.
ഈ സർവ മുസ്ലിമീങ്ങളും കള്ളുകുടിയേക്കാൾ വലിയ തെറ്റ്, വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റ്, കുടുംബബന്ധം മുറിക്കുന്നതിനേക്കാൾ വലിയ തെറ്റ്, പലിശ തിന്നുന്നതിനേക്കാൾ വലിയ തെറ്റ്, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നിരപരാധിയെ കൊല്ലുന്നതിനേക്കാൾ വലിയ തെറ്റ്, അങ്ങനത്തെ ഏറ്റവും വലിയ തെറ്റായ ശിർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെ ജീവിച്ച മുഴുവൻ ഇമാമിയങ്ങളും ചെയ്തു, മുഴുവൻ മുസ്ലിമീങ്ങളും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷത്തുണ്ടാകുന്ന സമൂഹം എത്ര കോടിയാണ് ജനങ്ങളെ, എത്ര ലക്ഷം ആലിമീങ്ങളാണ് ജനങ്ങളെ, എത്ര ലക്ഷം ഇമാമിങ്ങളാണ് സമൂഹമേ ഈ മനുഷ്യനെതിരെ അല്ലാഹുവിനോട് കംപ്ലൈന്റ് പറയാൻ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ മുജാഹിദാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ കുറച്ച് വേലക്കെട്ടലാണ് എന്നാ ചിലർ വിചാരിച്ചത്. അത് മാത്ര ലോക മുസ്ലിമീങ്ങൾ മുഴുവനും, ലോകത്തുള്ള മുഴുവൻ ഇമാമീങ്ങൾ മുഴുവനും, മുഴുവൻ സഹാബികളും അമ്പിയാക്കളും അവനെ സംബന്ധിച്ച് കംപ്ലൈന്റ് പറയാൻ അല്ലാഹുവിന്റെ മുന്നിലുണ്ടാവും. കാരണം അവരെയൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കിയത് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടിയത് കൊണ്ടും ഏറ്റവും വലിയ തെറ്റ് ചെയ്തവനാണ് ആരോപിക്കുന്നത്. ഈ മനുഷ്യനെ പോലെ ആഖിറത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ആരാണ് സഹോദരന്മാരെ? ഈ മനുഷ്യനെ പോലെ ആഖിറത്തിൽ കൈവലഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ വേറെ ആരാണ്? എല്ലാവരും അവനെതിരെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാൾ മുജാഹിദാകുക എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണെന്നാണോ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നത്? ചെറിയ വിഷയമാണോ അത്? സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ നോക്ക്, അതേ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അൽ കലിമു ത്വയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 63ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. അതെന്തിനുള്ള അറിയോ? സുന്നത്തുള്ള ദിക്ർ പഠിപ്പിക്കാൻ വേണ്ടി അയാൾ എഴുതിയൊരു പുസ്തകം. അതിൽ അയാൾ പറയുന്നത് അനബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആല ഇദം ഫലതതു ദാബത്തു അഹദികും ബി അർളി ഫലാത്തിൻ فلينادي يا عباد الله اهبسوا يا عباد الله اهبسوا فإن لله عز وجل في الأرض حاملا سيحبسه. ആരുമില്ലാത്ത സ്ഥലത്ത് നിങ്ങളുടെ വാഹനം കാണാതെയായാൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളെ, മഹാന്മാരെ, എന്റെ വാഹനം ബന്ദ് ചെയ്യുകയും എന്ന് വിളിച്ചു പറയണം. കാരണം അത്തരം സ്ഥലത്ത് ഹാജരാകുന്ന മഹാത്മാക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ റിപ്പോർട്ടാക്കുന്നത് ദിക്ർ എല്ലാം വേണ്ടി പഠിക്കാൻ, മഹാത്മാക്കളെ പഠിക്കാൻ. ഇതേ കാര്യം ഇമാം നബവി പറഞ്ഞിട്ടുണ്ട്, അദ്കാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ സർഹുൽ മുഹദ്ദബിൽ എത്രത്തോളം പറഞ്ഞു അറിയും? ഞാനൊരു ദിവസം പോകുമ്പോൾ നബിയാമല്ലാരും പറയാറ്, ഞാനൊരു ദിവസം പോകുമ്പോ ഞാൻ തന്നെ പരിശോധിച്ചതാണ്. ഞങ്ങളുടെ ഒരു വാഹനം നഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഒരുപാട് ആൾ ഞങ്ങൾക്ക് ആ വാഹനത്തിന് പിടിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, യാ ഇബാദല്ലാഹി ബിസ്മു, അല്ലാഹുവിന്റെ മഹാത്മാക്കളായ അടിമകളെ നിങ്ങൾ ബന്ദ് ചെയ്യുകയും എന്ന് ഞാൻ വിളിച്ചു വന്നപ്പോൾ അപ്പോൾ തന്നെ ആ വാഹനം നിന്ന് കിട്ടി എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. സർഹുൽ മുഹദ്ദബിന്റെ 4-ാം വാല്യം 396-ാമത്തെ പേജിൽ എഴുതുകയാണ്. ഇതുപോലെ ലോകത്തുള്ള എല്ലാവരും, ലോകത്തുള്ള എല്ലാ ഇമാമികളും മഹാന്മാരെ വിളിച്ച് തേടണം, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടണം. അത് പുണ്യകർമ്മമാണെന്ന് എഴുതി വെച്ചത് കൊണ്ടും അവര് ചെയ്തത് കൊണ്ടും അവരൊക്കെ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത മുസ്ലിമീങ്ങളാണെന്ന് വാദിച്ചാൽ ആ മനുഷ്യനെ പോലെ ആഖിറത്തിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യൻ വരാനാ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാനതിലേക്ക് ഇപ്പൊ കണ്ട് സംസാരിക്കുന്നില്ല. ഞാൻ ഇസ്തിഗാസയെ സംബന്ധിച്ച് തന്നെ പ്രസംഗിച്ച സീഡിയുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കേൾക്കാം. ൗലികമാരെയും ഇരുത്തിയിട്ട് ഞാൻ ഇടപെട്ടതും അതുപോലെ ഒസങ്കടിയിലുമൊക്കെ അവതരിപ്പിച്ച അവതരണങ്ങൾ ആ സംവാദത്തിലും ഉണ്ട്. ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം,
അപ്പൊ ഇവരെന്താ ചെയ്തത്? ഇവര് ചെയ്തത് എല്ലാ സുന്നികളെയും കാഫിറാക്കി, മുശ്രിക്കാക്കി. ഇത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ ക്ലിപ്പാണ് മൗലവി ഈ പ്രാവശ്യം വന്നപ്പോ ആദ്യമായിട്ട് ഇട്ടത്. അത് മുമ്പ് 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം എന്റെ പ്രസംഗത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ആദ്യം നിങ്ങളൊന്ന് കേട്ടോളി, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അവരെ സംബന്ധിച്ച് നമ്മളെ കാഫിറാക്കുന്ന ഒരു കാര്യവും, രണ്ടാമത്തെ അബൂജഹൽ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ട് മൗലവി പറഞ്ഞ വാക്ക് ക്ലിപ്പ് വെച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത്. ആദ്യം മൗലവി എന്ത് ചെയ്തു? കട്ട് ചെയ്തിട്ട് ഇപ്രാവശ്യം വെച്ചപ്പോ മൗലവി ക്ലിപ്പ് വെച്ചപ്പോ ഞാൻ തെളിവിന് വേണ്ടി പറഞ്ഞ മൗലവിന്റെ ക്ലിപ്പ് ഉണ്ടല്ലോ, അതടക്കാൻ വന്നുപോയി. വന്നുപോയപ്പോ മൗലവി ക്ലിപ്പ് വെക്കുന്നവരോട് കൈകൊണ്ട് കാണിച്ചു, നിർത്ത്. ഇത് മൂപ്പരന്റെ പ്രസംഗിച്ചത് മൂപ്പർക്ക് കേൾപ്പിക്കാൻ വേണ്ടി. എന്റെ ക്ലിപ്പല്ല നിർത്തിക്കുന്ന അയാളെ ക്ലിപ്പാ, അതും ഞാൻ ശേഷം കേൾപ്പിച്ചു തരാം. കാരണം മൂപ്പര് ഭയങ്കര ധൈര്യമുള്ള ആളാണ്. അവിടെ മൂപ്പര പ്രസംഗം തന്നെ കേൾപ്പിക്കാൻ മൂപ്പർക്ക് ഭയങ്കര ധൈര്യം. ആ ധൈര്യം കാണിച്ചു തരാം. നിങ്ങളൊന്ന് കേട്ടോളി. ആദ്യം എന്റെ പ്രസംഗം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോളി. ഒന്ന് ചോട്ടാ. ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, ഇവിടെ വന്ന് മൗലവി കാര്യമായി സംസാരിച്ച വിഷയമെന്താ? കാര്യമായി സംസാരിച്ചത് നമ്മളെല്ലാം സുന്നികളെല്ലാം മുശ്രിക്കീങ്ങളും കാഫിറുകളും ആണ്. അതേസമയം അബൂജഹലിൽ വിശ്വാസിയാണ്, നമ്മളൊക്കെ മുശ്രിക്കീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അത് അവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അതേ നിലപാട് ഉള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. ഈ ആശയമാണ് അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചു. കേട്ടില്ലേ? അബൂജഹലിന് വിശ്വാസം ഉണ്ടായിരുന്നു, ഈമാൻ ഉണ്ടായിരുന്നു ഒന്ന്. മറ്റൊന്ന്, നമ്മളെ സുന്നികളൊക്കെ മുസ്ലിങ്ങളും കാഫിറുകളും ആണ്. ഈ 2 കാര്യമാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. അതിന് ഒന്നിന്റെ തെളിവ് ഞാൻ അവിടെ തന്നെ ക്ലിപ്പ് വെച്ച് കേൾപ്പിച്ചതാണ്. എന്നാ മൗലവി ഇപ്രാവശ്യം വന്നിട്ട് ഇതേ കാര്യത്തെ ക്ലിപ്പെന്ന് മുറിച്ച് മൂപ്പര് വെച്ചപ്പോ മൗലവി എന്നേക്ക് വെളിച്ചത്ത് വന്ന് എന്ത് അബൂജഹലും വിശ്വാസം ഉണ്ടോന്നുള്ള നമ്മളെ തർക്കം എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്നെ ക്ലിപ്പിലിങ് രംഗത്ത് വന്നപ്പോ മൂപ്പരത് നിർത്തിക്കുന്നതടക്കം നിങ്ങളൊന്ന് കേട്ടോളി, എന്നിട്ട് സാധനം പറഞ്ഞുതരാം. ഇപ്പോഴും ഇദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മെ കുറിച്ച് പറയുന്ന ആരോപണം എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ വന്ന് മൗലവി കാര്യമായി സംസാരിച്ച വിഷയമെന്താ? കാര്യമായി സംസാരിച്ചത് നമ്മളെല്ലാം സുന്നികളെല്ലാം മുശ്രിക്കീങ്ങളും കാഫിറുകളും ആണ്. അതേസമയം അബൂജഹലിൽ വിശ്വാസിയാണ്, നമ്മളൊക്കെ മുശ്രിക്കീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, കേട്ടില്ലേ എന്താ പറഞ്ഞത്? കേട്ടില്ലേ എന്താ പറഞ്ഞത്? കട്ടില്ലേ അബൂജഹൽ അടക്കമുള്ള ജനത ബാക്കിയോട് പോയി. അബൂജഹൽ അടക്കമുള്ള ജനത എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്ലിപ്പ് പകുതി ബന്ധത്തിനാ വിളിച്ചവിടെ നിർത്തിയത്. കട്ടില്ലേ? കേട്ടില്ലേ? കട്ടില്ലേ എന്താ പറയുന്നത്? സ്വന്തം ക്ലിപ്പ് കേൾപ്പിക്കാൻ പേടി പോലിരിക്കും. അയാളെ ക്ലിപ്പായി ചെവിന്റെ ബാക്കിയുള്ളവരുടെ മുറിക്കിലേക്ക് കേൾക്കുന്നൊന്ന് ആലോചിച്ചു. സ്വന്തം സാധന കക്കൻ കരകിലും സ്വന്തം ക്ലിപ്പ് കക്കും. എന്റെ മൂപ്പര ചോദ്യം, നമ്മൾ ആരെങ്കിലും മുശിരിക്കാക്കിയിട്ടുണ്ടോ? അത് മുജാഹിദീങ്ങളെ നമ്മളെ മുശിരിക്കാക്കിയത് എവിടെ? മൂപ്പർ എന്നെ വെല്ലുവിളിക്കാണ്. നിങ്ങൾ നേരത്തെ കേട്ടില്ലേ? എന്ത് ഞാൻ ക്ഷണിച്ചോ ചോദിച്ചു. നാലാമത്തത് അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ട് പിന്നെ ഞാൻ ചെന്നപ്പോ മൂപ്പര് ചോദിച്ചില്ലേ ഞാൻ ക്ഷണിച്ചോ? അതുപോലെ മൂപ്പര് ചോദിച്ചത് നമ്മളെവിടെ മുശിരിക്കാക്കിയത് എവിടെയാ ചോദ്യം. അതിന്റെ മറുപടി അതിന്റെ പ്രശ്നം. ഇവർ മുജാഹിദീങ്ങൾ നമ്മളെ മുശിരിക്കാക്കിയത് എവിടെ എന്ന് സെലഫിന്റെ ചോദ്യമാണ് ശരിക്കും. അതിന്റെ മറുപടി അതിന്റെ പ്രശ്നം. അത് ശരിക്കും നിങ്ങൾ കേട്ടോളി. നമ്മളെ മുശിരിക്കാക്കിയത് ആരൊക്കെ മൗലവിമാര് അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം.
ഒന്ന് ശരിക്കും കേട്ടോ. ആദ്യ അയാൾ മുശ്രിക്കാക്കിയത് എവിടെയെന്ന് വെല്ലുവിളിക്കുന്നത് വെച്ചു കൊടുത്തുമാനെ. സുന്നികളെല്ലാം കാഫിറും മുശ്രിക്കുമാണ് എന്നാണ് ഇപ്പൊ മൗലവി ഇവിടെ വന്നിട്ട് പറഞ്ഞത്. അതേസമയം അബൂജഹിൽ വിശ്വാസിയുമാണ്. ചോദിക്കട്ടെ, വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എവിടെ പറഞ്ഞു ഈ ഉള്ളവൻ സുന്നികൾ കാഫിറുകളും മുശ്രിക്കുകളുമാണെന്ന്? ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു എന്നല്ലേ? ഇവിടെ എന്നല്ല, എവിടെയെങ്കിലും വെച്ച് സുന്നികൾ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് പറഞ്ഞൊരു വാചകം എവിടെയാണെന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയണം. അടുത്ത പ്രസംഗമായിട്ട് കേട്ടോളെ, കണ്ടോളെ. മൗലവി ഞങ്ങളെ മുശ്രിക്കും കാഫിറുകളുമാക്കിയത് ശരിക്കും കണ്ടോ കേട്ടോ വെച്ചോടുക്കുമോനെ. മൗലവിന്റെ പ്രസംഗം തന്നെ. മുഅ്മിനല്ലവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്. എന്തേ കാരണം? ഇബാദത്ത് വേറുള്ളവർക്കും കൊടുത്തു. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത് അത് മുമ്പ് പറഞ്ഞു. മുശ്രിക്കാണ്, കാഫിറാണ്, കാരണം ഇബാദത്തൊന്നുമില്ലാത്തവർക്ക് കൊടുത്തു. അത് ഞാൻ നിങ്ങളെയും തകരാറിനാ പറയുന്നത് എന്ന് അതിന്റെ നേരെ മുമ്പത്തെ പ്രസംഗത്തിൽ എത്ര ഗണനോ? അഞ്ചാം ഗണനത്തിൽ പറഞ്ഞ മൗലവിയാണ് 6ാം ഗണനത്തിൽ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ ആലോചിച്ചു. ഷാദിയെ പോയി മറിക്കുമ്പോഴേക്ക് ഇയാൾക്ക് എന്തൊരു കമ്പ്യൂട്ടറാണെന്നറിയാം. മുമ്പ് തലയിൽ അതിന്റെ നേരെ മുമ്പത്തെ പ്രസംഗത്തിൽ പറഞ്ഞു മറന്നുപോയി. എനിക്കത് 2 കൂട്ടം വെച്ചുകൊണ്ടാ എന്നെ വേഗം മനസ്സിലാവാൻ. 2 കൂട്ടം വെച്ചുകൊണ്ടാ സുന്നികൾ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് പറഞ്ഞൊരു വാചകം എവിടെയാണെന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയണം. മുശ്രിക്കാണ്, കാഫിറാണ്. എന്തേ കാരണം? ഇബാദത്ത് വേറുള്ളവർക്കും കൊടുത്തു. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. സുന്നികൾ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് പറഞ്ഞൊരു വാചകം എവിടെയാണെന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയണം. മുശ്രിക്കാണ്, കാഫിറാണ്. എന്തേ കാരണം? ഇബാദത്ത് വേറുള്ളവർക്കും കൊടുത്തു. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? മറുപടി കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാൾ എന്നെ ചോദിക്കുന്നത് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇസ്ലാമായിട്ട് എന്താ ബന്ധോ? ഇങ്ങനെ നിങ്ങൾക്ക് ഇസ്ലാമായിട്ട് എന്താ ബന്ധം? മുസ്ലിമീങ്ങളല്ലാന്ന് മാത്രമല്ല, നമുക്ക് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഇസ്ലാമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ ഇസ്ലാമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? കേട്ടില്ലേ? അത് ആദ്യത്തെ പ്രസംഗം. എനിക്ക് കേൾക്കണോ? എനിക്ക് കേൾക്കണമെങ്കിൽ ഇയാളാ പറഞ്ഞത് ദിക്ർ ചൊല്ലുന്നവര് നമ്മുടെ പണ്ഡിതന്മാർ ദിക്ർ ചൊല്ലുന്നവരായതുകൊണ്ട് 4 കാര്യമാണ് എന്ന് പറഞ്ഞു. അവിടെ കേട്ടിട്ടോട്ടെ, നമുക്ക് മനുഷ്യന്മാരുമായിട്ടും ബന്ധില്ല. ഇവര് ദിക്ർ കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഓടിപ്പോകും. കാരണം ഐറ്റങ്ങൾക്ക് ഇവരെ കാണാൻ ബുദ്ധിയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഉലായിക്കൽ അന്നാം, ഇവര് നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞ ഇതിന് വിഷമാവും വിചാരിച്ച് ബൽഹും അതല്ല്, അതിനേക്കാൾ മോശാണ്. ഇവര് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. അതെ, ഇതാൽക്കാലികളെ മോശമായ നമ്മൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്താണോ? മുപ്പര ചോദ്യം. എനിക്ക് കേൾക്കണോ നിങ്ങൾക്ക്? ഇയാള് വീണ്ടും വെക്കുന്ന ക്ലിപ്പ്. കാരണം ആദ്യം ക്ലിപ്പ് വെച്ചപ്പോ മൗലവിന്റെ ക്ലിപ്പ് വെച്ചിട്ടൊന്നുമല്ലോ. അങ്ങനെ വെച്ചപ്പോ തുണിന്റെ ചോടെ കൊടുക്കുന്ന ഒരു സാധനം അതിന്റെ ചിലപ്പോ മടക്കി കുത്തിയിട്ട് വെച്ചതേക്കും. അതുപോലെ മുമ്പേ ക്ലിപ്പ് വെച്ചതായിപ്പോല്ലോ. അതുകൊണ്ട് രണ്ടാമത് പിന്നെയും വെച്ചിട്ട് മുസ്ലിം മൗലവി കളവ് പറയുന്നുണ്ടോ? കളവ് പറയുന്നതറിയോ? ഇവര് നമ്മളെ മുസ്ലിക്കാക്കിന്ന് കളവ് പറഞ്ഞതാണ്. ഞാൻ കളവ് പറഞ്ഞതാണ് അയാൾ കളവ് പറഞ്ഞു. അവൻ കേട്ടോളൂ. വീണ്ടും വിളിപ്പിക്കാതെ അല്ലാഹു നൽകിയ നാവ് കൊണ്ട് ആവർത്തിച്ച് പിന്നെയും ഈ കളവ് ആവർത്തിക്കുന്നത് ഒന്നുകൂടി കേട്ടോളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾ നോക്കൂ ഈ മനുഷ്യൻ പറയുന്ന വാചകം എത്രമാത്രം കളവാണെന്ന് കേട്ടോളൂ. ഇവിടെ വന്ന് മൗലവി കാര്യമായി സംസാരിച്ച വിഷയം എന്താ? കാര്യമായി സംസാരിച്ചത് നമ്മളെല്ലാം സുന്നികളെല്ലാം മുശ്രിക്കീങ്ങളും കാഫിറുകളും ആണ്. അതേസമയം അബൂജഹലിൽ വിശ്വാസിയാണ്. നമ്മളൊക്കെ മുശ്രിക്കീങ്ങളാണ്. കേട്ടോ? അപ്പൊ എന്താ അതിലൂടെ വരുത്തി തീർത്തത്? നമ്മളൊക്കെ മുശ്രിക്കുകളാണ്. അഥവാ ഇയാളുടെ ശ്രമം എന്താണ്? ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് മനസ്സിലായില്ലേ? മുജാഹിദുകളെ ഒന്ന് ശ്രോതാക്കൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കണം.
സുന്നികളെ മുഴുവൻ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ മുശിരിക്കാക്കലാണ് ഇവരുടെ പണി, കാഫിറാക്കലാണ് ഇവരുടെ പണി. ഞാൻ തെറ്റിദ്ധരിപ്പിക്കാനാണ് പറഞ്ഞത്. ഞങ്ങളുടെ കേട്ടിലെ അയാൾ പറഞ്ഞത് മുശിരിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ നിങ്ങളിൽ തകരാറ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ എഴുതി കേൾക്കണം. APEK സംസ്ഥാന സർവ സുന്നികളെ സംബന്ധിച്ചും വേറൊരു മൗലവി എല്ലാ വിഭാഗത്തെയും എടുത്തിട്ട് ഒന്നായിട്ട് ചെയ്യാമെന്ന് പുറത്താന്ന് കേട്ടോളി. മൗലവിന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് ആണ് വേറും പോലെ. ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ഇവിടുത്തെ സമസ്തക്കാർ APEK ആന ടൈഗർ ഏതായിക്കോട്ടെ, APEK ആന ടൈഗർ ഏതായിക്കോട്ടെ, ഒരൊറ്റ ആൾക്കും തെളിയിക്കാൻ കഴിയില്ല റസൂലും സഹാബത്തും പഠിപ്പിച്ച ദീനിലാണ് അവർ നിലകൊള്ളുന്നത് എന്ന്. കേട്ടില്ലേ? APEK ആന ടൈഗർ അങ്ങനെ ഒന്നുണ്ടോ ചങ്ങാതി? മൂപ്പര് ചിലപ്പോ കാട്ടിൽ പോലും തോന്നുന്നു. അങ്ങനെ സുന്നികൾക്ക് മൂപ്പരിട്ട പേരാ. എന്നിട്ട് അതൊക്കെ ഇസ്ലാമിന്റെ ഉള്ളിലാണ്, തെളിയിക്കാൻ കഴിയൂല. എനിക്ക് കേൾക്കണോ? വേറെ മൗലവി മൂപ്പര് പറയുന്നത് സംസ്ഥാന, മൂപ്പരിന് വെറുവാണല്ല, സംസ്ഥാന ദക്ഷിണ സമസ്ത ഓക്കെ ചെയ്യുന്നവരാണ്. ഭൂരിഭാഗം വരുന്ന സമസ്തക്കാര് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് സമസ്തയായാലും, കേരള സമസ്തയായാലും ദക്ഷിണ കേരള സമസ്തയായാലും സമസ്ഥാനയായാലും ഒക്കെ ജനങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശിർക്കിലേക്കാണ്. കേട്ടില്ലേ? അപ്പോ ദക്ഷിണ സമസ്തയായാലും കേരള സമസ്തയായാലും ഇനി സംസ്ഥാനയായാലും ഒക്കെ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ശിർക്കിലേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. കള്ള് ഷാപ്പിയാക്കാണെന്ന് എന്താ പറഞ്ഞാല് എത്ര മോശമാണ്. അതിനേക്കാളൊക്കെ വലിയ തെറ്റായി ശിർക്കുന്നത്, കള്ളൂടി നിനക്കൊക്കെ വലിയ തെറ്റാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആരോപണം പറയുന്നതിന് ഒരതിന് വേണ്ടേ സഹോദരന്മാര്? എന്നിട്ട് തീർന്നോ? എനിക്ക് കേൾക്കണോ? എന്റെ പേരെടുത്ത് പറയുന്നത് കേട്ടോളി. രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശിരിക്കായി. രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശിരിക്കായി. ഒന്ന് വിളിച്ചു രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശിരിക്കായി. രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശിരിക്കായി. കേട്ടില്ലേ? പേരോട് പറഞ്ഞവർക്കാവൂലോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞവർക്കാവൂലേ? എനിക്കേട്ടോ മൗലവി പറയുന്നത് സുന്നികളെ മൊത്തം അറിയും മുശ്രിക്കുകളായ സുന്നി സമൂഹം. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. കേട്ടില്ലേ? മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. അപ്പൊ സുന്നി സമൂഹം ഒന്നടങ്കം മുശ്രിക്ക്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാവരും മുശ്രിക്ക എന്നല്ലേ ഈ മൗലവി പറഞ്ഞതിനർത്ഥം? അത് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. ഇയാൾ പറയുന്നുണ്ട് മുഹമ്മദ് നബി സുന്നിയാണ്. അതിനുശേഷം കേൾപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാബിയല്ല സുന്നിയാണ് എന്ന് ഇതേ മൗലവിന്റെ കൊണ്ട് ഈ സ്റ്റേജിൽ കേൾപ്പിച്ചു. ഇയാൾ ഇപ്പൊ പറഞ്ഞതാണ് സുന്നി സമൂഹം, മുശ്രിക്കുകളായ സുന്നി സമൂഹം.